അടുത്തായിട്ട് നമ്മൾ +1 14ാമത്തെ ചാപ്റ്ററാണ് മാത്തമാറ്റിക്കൽ റീസണിംഗ് ആണ്. ഒരു കൊച്ചു ചാപ്റ്ററാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതായത് തന്നേക്കുന്ന കണ്ടൻസ് നല്ലപോലെ വായിച്ചു നോക്കുക. ഓരോ വാക്ക്, അതായത് കുറച്ച് ഡെഫിനിഷനാണുള്ളത്, കാണാതെ പഠിച്ച് വെച്ചേക്കുക അതെങ്ങനെയാണെന്നുള്ളത്. ആ ഡെഫിനിഷൻ പഠിച്ചതിന് ശേഷം ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. നമ്മൾ ആദ്യമായിട്ട് 1ാമത്തെ ക്വസ്റ്റ്യനാണ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ചോദ്യം വായിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു 4 സെൻറ്റൻസ് ഉണ്ട്. ആ 4-ൽ ഏതാണ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലാത്തത് എന്നാണ് ചോദിച്ചേക്കുക. അപ്പോൾ നിങ്ങൾ അറിയേണ്ട കാര്യം എന്താണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന്. അപ്പോൾ ഒരു സെൻറ്റൻസ് വായിക്കുമ്പോൾ നമുക്കതിനകത്ത് ആ ഒരു സെൻറ്റൻസ് ട്രൂ ആണോ അല്ലെങ്കിൽ ഫാൾസ് ആണോ എന്നൊരു ആൻസർ പറയാൻ പറ്റുമെങ്കിൽ അതെന്തായിരിക്കും, സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും. ട്രൂ എന്നോ അല്ലെങ്കിൽ ഫാൾസ് എന്നോ പറയാൻ പറ്റുമെങ്കിൽ അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. അങ്ങനെ ഒരു ആൻസർ പറയാൻ പറ്റത്തില്ലെങ്കിൽ എന്തായിരിക്കും, അത് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കില്ല. സോ ആദ്യത്തെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ 8 ഈസ് ലെസ് ദാൻ 6. സോ 8 6-നേക്കാൾ ചെറുതാണ് എന്ന് ചോദിച്ചാൽ എന്താണ്, ഫാൾസ് ആണ്. അപ്പോൾ ഫാൾസ് എന്നൊരു ആൻസർ നമുക്ക് പറയാൻ പറ്റും. സോ എന്താണത്, സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ എവരി സെറ്റ് ഈസ് എ ഫൈനറി സെറ്റ്, അത് ട്രൂ ആണ്. എന്താണ്, ട്രൂ എന്നൊരു ആൻസർ പറയാൻ പറ്റുന്നതായിരിക്കും, അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. അടുത്ത ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഹൗ ഫാർ ഈസ് ചെന്നൈ ഫ്രം ഹിയർ, ഇവിടെ നിന്ന് എത്ര ദൂരമെന്നാണ് ചോദിച്ചേക്കുക ചെന്നൈ വരെ. അതൊരു ക്വസ്റ്റ്യൻ ആണ്. സോ എന്തല്ല, ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല. ട്രൂ ഓ ഫാൾസോ എന്നൊരു ആൻസർ ഒക്കെ പറയാൻ പറ്റത്തില്ല. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്താ ചെയ്യും, ഒരു എത്ര കിലോമീറ്റർ എന്നേ പറയാൻ പറ്റും. അത് ട്രൂ ആണെന്നോ അല്ലെങ്കിൽ ഫാൾസ് എന്നൊരു ആൻസർ നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ അതെന്തായിരിക്കും, ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ല. അടുത്തായിട്ട് 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ നിങ്ങൾ വായിച്ചു നോക്കിയെന്നുണ്ടേ, ദ പ്രോഡക്റ്റ് ഓഫ് -1 and 8 ഈസ് 8. തന്നേക്കുന്നത് ട്രൂ ആണോ ഫാൾസ് ആണോ അല്ലെങ്കിൽ എന്താണെന്നോ ചോദിച്ചേക്കുക. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ദ പ്രോഡക്റ്റ് ഓഫ് -1 and 8 എന്ന് പറയുമ്പം -1 × 8ൻ്റെ പ്രോഡക്റ്റ്, അപ്പം -1 × 8 -8 വരട്ടെ. സോ എന്താണ് ഇവിടെ 8 കൊടുത്തേക്കുന്നത്. അപ്പോൾ വായിക്കുമ്പോഴേ അറിയാതെ എന്താണ്, ഫാൾസ് ആണ്. ഒന്നും ആലോചിക്കില്ല, അതെന്തായിരിക്കും, ഫാൾസ് ആയിരിക്കും. അടുത്തായിട്ട് 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ വായിച്ചു നോക്കുക ക്വസ്റ്റ്യൻ. ദ സെൻറ്റൻസ് ദിയർ ആർ 35 days in a month. അപ്പോൾ ഒരു മാസത്തിൽ 35 ദിവസം ഉണ്ടെന്നാണ് അവർ പറഞ്ഞേക്കുക. സോ നമുക്ക് വായിക്കുമ്പോൾ എന്തായിരിക്കും, അത് ഫാൾസ് ആണ്. അപ്പോൾ ഫാൾസ് ആണെങ്കിൽ എന്തായിരിക്കും, അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. അതായത് ഒരു സെൻറ്റൻസിന് ട്രൂ എന്നോ അല്ലെങ്കിൽ ഫാൾസ് എന്നോ ഏത് വന്നാലും മതി, ട്രൂവോ ഫാൾസോ എന്ന് പറയാൻ പറ്റുവാണെങ്കിൽ എന്തായിരിക്കും, അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. സോ ഇവിടെ എന്തായിരിക്കും, ഇത് ഫാൾസ് എന്ന് പറയാൻ പറ്റും നമുക്ക്, അതുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്തത് 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ താഴെ ഒരു 4 സെൻറ്റൻസ് ഉണ്ട്. അതിലൊരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചേക്കുക. സോ ആദ്യത്തെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ 2 + 3 ഈസ് 7. 2 + 3ൻ്റെ വാല്യൂ 7 അല്ല, അത് 5 ആണ്. സോ ഫാൾസ് ആണ്. നമുക്കിവിടെ ഫാൾസ് എന്ന് പറയാൻ പറ്റും. സോ അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. രണ്ടാമത് നോക്കുകയാണെങ്കിൽ എ ട്രയാങ്കിൾ ഹാസ് 4 sides. ഒരു ട്രയാങ്കിളിൽ 4 സൈഡില്ല, 3 സൈഡേ ഉള്ളൂ. സോ ഫാൾസ് ആണ്, അത് ഫാൾസ് എന്ന് പറയാൻ പറ്റും. സോ അതെന്താണ്, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഹാവ് യു എവർ ബീൻ ടു ഡൽഹി, നിങ്ങൾ അതെന്താണ്, ഈ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ട്രൂ എന്നോ അല്ലെങ്കിൽ ഫാൾസ് എന്നോ ആൻസർ ചെയ്യാൻ പറ്റില്ല. സോ അതെന്തല്ല, ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല. സോ സി ആയിരിക്കും സ്റ്റേറ്റ്മെൻ്റ് അല്ലാത്തത്. അടുത്തായിട്ട് 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇത് തന്നേക്കുന്നതിൽ ഏതാണ് സ്റ്റേറ്റ്മെൻ്റ് എന്നാണ് ചോദിച്ചേക്കുക. സോ ആദ്യത്തെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ റോസസ് ആർ ബ്ലാക്ക്. നമ്മൾ നോക്കുകയാണെങ്കിൽ റോസിൻ്റെ കളർ ഒരിക്കലും ബ്ലാക്ക് അല്ല, പല കളറുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഏത് കളർ വേണമെങ്കിലും പറയാം. അതുകൊണ്ട് ഇത് ഫാൾസ് ആണ്. സോ ഫാൾസ് എന്ന് പറയാൻ പറ്റും, അതുകൊണ്ട് എന്തായിരിക്കും, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. സോ ആൻസർ എ ആണ്. അടുത്തായിട്ട് 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ നല്ലപോലെ വായിച്ചു നോക്കുക. അവിടെ 2 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് x+y = y+x. രണ്ടാം സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു നോക്കുക. സോ ഇതിൽ തന്നിരിക്കുന്നതിൽ ഏതാണ് ശരിയെന്ന് ചോദിച്ചേക്കുക. അതായത് 1 ഈസ് നെഗേഷൻ ഓഫ് സെക്കൻഡ്. ആദ്യത്തത് രണ്ടാമത്തെ നെഗേഷനാണ്. അടുത്ത ഓപ്ഷൻ വെച്ചാൽ രണ്ടാമത്തത് ആദ്യത്തെ നെഗേഷനാണ് എന്നൊക്കെ പറഞ്ഞേക്കാണ്. അപ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് നെഗേഷൻ എന്തെന്നാണ്. സോ നെഗേഷൻ എന്ന് വെച്ചാൽ എന്ത് ചെയ്യുക, ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പറയുക, നേരെ തിരിച്ച് പറയുക. അതായത് ഇപ്പം x+y = y+x ഈസ് ട്രൂ എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ നെഗേഷൻ എടുക്കാൻ എന്ത് കിട്ടും, x+y ≠ y+x ഈസ് ട്രൂ. അങ്ങനെ പറയാൻ കിട്ടും, നമുക്ക് അതിൻ്റെ നെഗേഷൻ ആയിരിക്കും. അപ്പോൾ വേറെ എക്സാം നോക്കുന്നുണ്ട്. ഇവിടെ ഒരു
ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. ദ സം ഓഫ് 3 and 5 ഈസ് 7. അതൊരു സ്റ്റേറ്റ്മെൻറ്റ്. അതിന് നെഗേഷൻ പറയാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ദ സം ഓഫ് 3 and 4 ഈസ് നോട്ട് 7 എന്ന് പറയുന്നത് എന്തായി? അതിൻ്റെ നെഗേഷൻ. അപ്പോൾ നേരെ വേണമെങ്കിൽ നോട്ട് ചേർത്താൽ മതി. നോട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ആ നോട്ട് ഒഴിവാക്കുക. അങ്ങനെ പറയുമ്പോൾ എന്ത് കിട്ടും? അതിൻ്റെ നെഗേഷൻ കിട്ടും. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് 1, 2 നോക്കുകയാണെങ്കിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യുക? സെക്കൻഡ് പാർട്ട് എടുത്ത് ആദ്യമേ ഇട്ടേക്കാണ് ഇവിടെ. സോ ഇവിടെ തിരിച്ച് ഇവിടുന്ന് ഇങ്ങോട്ട് പറഞ്ഞു തന്നേക്കുക രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അതെന്തല്ല? അതിൻ്റെ നെഗേഷൻ അല്ല. സോ എന്തല്ല? ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ. 1 ഈസ് നോട്ട് നെഗേഷൻ ഓഫ് സെക്കൻഡ്. അടുത്തായിട്ട് 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കും. നല്ലപോലെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി കഴിഞ്ഞാൽ അവർ പറഞ്ഞേക്കുന്ന കാര്യം ഇവിടെ 4 കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ആദ്യമേ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും 2 സ്റ്റേറ്റ്മെൻറ്റുകളെ നമ്മൾ ആൻഡ് അല്ലെങ്കിൽ ഓർ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? കമ്പൈൻ ചെയ്ത് ഒറ്റ സ്റ്റേറ്റ്മെൻ്റ് ആക്കി എഴുതുക. അതിനാണ് നമ്മൾ എന്താ പറയുക? കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുക. അപ്പോൾ ഈ തന്നിരിക്കുന്ന 4 കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളെ നമ്മൾ എന്ത് ചെയ്യുക? സ്പ്ലിറ്റ് ചെയ്ത് അതിനെ കമ്പോണൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആക്കി മാറ്റുന്നു. അപ്പോൾ മാറ്റി കഴിഞ്ഞ ശേഷം ആ 2 കമ്പോണൻറ്റ് സ്റ്റേറ്റ്മെൻറ്റുകളും ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ ട്രൂ ആയിട്ടുള്ള ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് ചോദിച്ചേക്കാം. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ആദ്യത്തെ ഓപ്ഷൻ എ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ അതിന് സ്പ്ലിറ്റ് ചെയ്ത് 2ആയിട്ട് മാറ്റി. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, എ ലൈൻ ഈസ് സ്ട്രെയിറ്റ്. സോ എന്താണ്? ട്രൂ ആണ്. കാര്യം ഒരു ലൈൻ എപ്പോഴും എന്തായിരിക്കും? സ്ട്രെയിറ്റ് ആയിരിക്കും. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് കിട്ടി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക, എ ലൈൻ എക്സ്റ്റെൻസ് ഇൻഡെഫിനിറ്റ്ലി ഇൻ ബോത്ത് ഡയറക്ഷൻ. അതും ട്രൂ ആണ്. കാര്യം വെച്ചാൽ ലൈൻ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുന്ന് റൈറ്റിലേക്കും നമുക്ക് എത്ര വേണമെങ്കിലും നീട്ടിക്കൊണ്ട് പോകാം. ഇവിടുന്ന് എന്ത് ചെയ്യാം? ഇങ്ങോട്ടും എത്ര വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ ലെങ്ത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. സോ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ തന്നിരിക്കുന്ന രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആണ്. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആണെന്ന് കിട്ടി നമുക്ക്. കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റിലെ 2 കമ്പോണൻസും എന്താണ്? ട്രൂ ആണ്. സോ ആദ്യത്തെ ഓപ്ഷൻ എ ആയിരിക്കും ശരി. അടുത്തതായിട്ട് 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. വായിച്ചു നോക്കി കഴിഞ്ഞിട്ട് ഇവിടെ എല്ലാത്തിനും 4 ഓപ്ഷനകത്തും ഒരു 2 സ്റ്റേറ്റ്മെൻറ്റ് വീതമുണ്ട്. അപ്പോൾ ആദ്യത്തത് രണ്ടാമത്തേൻ്റെ നെഗേഷൻ ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. സോ നോക്കാം. ആദ്യത്തെന്ന് വെച്ചാൽ ഡൽഹി ഈസ് ഇൻ ഇന്ത്യ ആൻഡ് ലണ്ടൻ ഈസ് ഇൻ ഇംഗ്ലണ്ട് ആണ് തന്നേക്കുക. നമുക്ക് ഇതിൻ്റെ നെഗേഷൻ പറയാൻ എങ്ങനെ വരുമെന്ന് വെച്ചാൽ എന്ത് ചെയ്യുക? നെഗേഷൻ എന്നൊക്കെ മുമ്പ് പറഞ്ഞാൽ എന്ത് ചെയ്യുക? ചുമ്മാ ജസ്റ്റ് നോട്ട് ചേർത്ത് കൊടുത്താൽ മതി. നോട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ നോട്ട് ഒഴിവാക്കി പറഞ്ഞാലും മതി. സോ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ ഡൽഹി ഈസ് ഇൻ ഇന്ത്യ എന്ന് എങ്ങനെ മാറും? ഡൽഹി ഈസ് നോട്ട് ഇൻ ഇന്ത്യ. ജസ്റ്റ് നോട്ട് ചേർത്തു അവിടെ. ഇനി ആൻഡ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ആൻഡ് ആണെങ്കിൽ മാറ്റി ഓർ ആക്കണം. ഓർ ആണെങ്കിൽ മാറ്റി എന്താക്കണം? ആൻഡ് എന്ന് ആക്കണം. സോ ഇവിടെ രണ്ടാമത് നോക്കുകയാണെങ്കിൽ ലണ്ടൻ ഈസ് ഇൻ ഇംഗ്ലണ്ട്. ഇപ്പം എന്ത് ചെയ്യുക? ലണ്ടൻ ഈസ് നോട്ട് ഇൻ ഇംഗ്ലണ്ട് എന്ന് വരും ഇവിടെ നോട്ട് ചേർത്ത് കഴിഞ്ഞാൽ. സോ ആദ്യത്തെ ഓപ്ഷൻ എന്താണ്? ആദ്യത്തത് രണ്ടാമത്തെ നെഗേഷൻ ആണ്. ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? നോട്ട് കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തത് ബി ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ 3 + 7 = 10 ആൻഡ് 9 ലെസ് ദാൻ 12 എന്നാണ് തന്നിരിക്കുന്നത്. നമുക്ക് ആ നെഗേഷൻ നോക്കുമ്പോൾ എങ്ങനെ ആയിരിക്കും വരിക? 3 + 7 നോട്ട് ഈക്വൽ 10. അപ്പം എന്താണ്? നെഗേഷനായി. ഇനി ആൻഡ് എന്താക്കണം? നമ്മൾ ഓർ ആക്കണം. അതുപോലെ 9 ലെസ് ദാൻ 12 എന്ത് ചെയ്യുക? അതിന് നമ്മൾ നേരെ തിരിച്ചു പറയുകയാണെങ്കിൽ 9 നോട്ട് ലെസ് ദാൻ 12. അപ്പോൾ എന്താണ്? ഇതിൻ്റെ നെഗേഷനായി. അതും ശരിയാണ്. സോ അടുത്ത ഓപ്ഷൻ നോക്കാം. റാം ഈസ് ഹോണസ്റ്റ് ഓർ കൈലാഷ് ഈസ് ഡിസ്ഹോണസ്റ്റ് എന്ന് പറഞ്ഞേക്കുക. അപ്പോൾ എന്ത് ചെയ്യുക? ഇവിടെ എന്താക്കണം? ഓർ മാറ്റി ആൻഡ് ആക്കണം. ആൻഡ് ആക്കിയിട്ടുണ്ട്. അതുപോലെ എന്ത് ചെയ്യുക? ഈ സ്റ്റേറ്റ്മെന്റിൽ ഒരു നോട്ട് ചേർക്കുക. ഇവിടെ എന്ത് ചെയ്യുക? ഒരു നോട്ട് ചേർക്കുക. സോ അതിന് നെഗേഷൻ കിട്ടും. അടുത്ത ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക? ഇവിടെ 19 > 13 ആണ്. അപ്പോൾ നെഗേഷൻ എന്താ മതി? നോട്ട് ഗ്രേറ്റർ ദാൻ ചേർക്കുക. അപ്പോൾ എന്ത് ചെയ്യുക? നോട്ട് ഗ്രേറ്റർ ദാൻ 13 ആണ്. സോ അതിന് നെഗേഷൻ കിട്ടി. പക്ഷെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഓർ അതുപോലെ തന്നെ താഴെ കൊടുത്തേക്കുക. അപ്പോൾ എന്ത് ചെയ്യുക? ഓറാണെങ്കിൽ മാറ്റി എന്താക്കണം? ആൻഡ് ആക്കണം. സോ ഇതെന്തല്ല? നെഗേഷൻ അല്ല. സോ ആൻസർ ഡി ആയിരിക്കും. അടുത്തായിട്ട് 23ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ ക്വസ്റ്റ്യൻ ഇതാണ്. ഇറ്റ് ഈസ് റെയിനിങ് ആൻഡ് വെദർ ഈസ് കോൾഡ്. സോ ഇതാണ് നെഗേഷൻ നമുക്ക് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക? ജസ്റ്റ് എന്ത് ചെയ്യുക? ആൻഡ് ഉണ്ടെങ്കിൽ കൺജങ്ഷൻ ആണ് ആൻഡ് എന്ത് ചെയ്യുക? മാറ്റി ഓർ ആക്കണം. അതുപോലെ എന്ത് ചെയ്യുക? ഓരോ സ്റ്റേറ്റ്മെന്റിലും നോട്ട് ചേർത്താൽ മാത്രം മതി. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് റെയിനിങ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? നോട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് റെയിനിങ് എന്ന് വരും. ആൻഡ് മാറ്റി എന്താക്കുക? നമ്മളിവിടെ ഓർ ആക്കുക. ഇനി വെദർ ഈസ് കോൾഡ് മാറ്റി എന്താക്കുക? വെദർ ഈസ് നോട്ട് കോൾഡ് എന്ന് പറയാം. ജസ്റ്റ് നോട്ട് ചേർത്താൽ മാത്രം മതി. ഇപ്പോൾ എന്ത് കിട്ടും? നെഗേഷൻ കിട്ടും. ആയിട്ട് 27ാമത്തെ ക്വസ്റ്റ്യൻ ആണ്.
നിങ്ങൾ ഈ ക്വസ്റ്റൻ വായിച്ചു നോക്കി കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, 19 ഈസ് എ റിയൽ നമ്പർ ഓർ എ പോസിറ്റീവ് ഇൻറ്റിജർ. ദെൻ ഓർ ഏതാണെന്ന് ചോദിച്ചിരുന്നത്. ഇവിടെ ഉപയോഗിച്ചിരുന്ന ഈ ഓർ അത് ഇൻക്ലൂസീവ് ഓർ ആണോ അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് ഓർ ആണോ? നിങ്ങൾ അറിയേണ്ട കാര്യം, ഓർ ഉപയോഗിച്ചിട്ട് രണ്ട് സ്റ്റേറ്റ്മെന്റുകളെ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ ആ രണ്ട് സ്റ്റേറ്റ്മെന്റും ട്രൂ ആണെങ്കിൽ അതെന്തായിരിക്കും? ഇൻക്ലൂസീവ് ഓർ ആയിരിക്കും. അല്ലെങ്കിൽ അതെന്തായിരിക്കും? എക്സ്ക്ലൂസീവ് ആയിരിക്കും. സോ നോക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ സെന്റൻസ് ഇതായിരിക്കും, 19 ഈസ് എ റിയൽ നമ്പർ. സോ 19 എന്താണ്? ഒരു റിയൽ നമ്പർ ആണ്, അതുകൊണ്ട് അത് ട്രൂ ആണ്. അടുത്ത രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വെച്ചാൽ എ പോസിറ്റീവ് ഇൻറ്റിജർ. 19 ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ. അതാണ് 19 ഒരു പോസിറ്റീവ് ഇൻറ്റിജറുമാണ്. സോ എന്താണ്? രണ്ട് സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്, അതുകൊണ്ട് എന്തായിരിക്കും? അത് ഇൻക്ലൂസീവ് ഓർ ആയിരിക്കും. അടുത്തായിട്ട് 30ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഒന്നാമത് പിയും ക്യൂവും. നമുക്ക് വേണ്ടത് നെഗേഷൻ പി ഓർ ക്യൂ ആണ് വേണ്ടത്. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഓർ എന്നാണ്, തിരിച്ച് ഇങ്ങനെ ഇട്ടാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആൻഡ് എന്നുമാണ്. സോ ഇവിടെ വേണ്ടത് നെഗേഷൻ പി ഓർ ക്യൂ ആണ് വേണ്ടത്. നമുക്ക് ആൻസർ നോക്കാം. സോ നമ്മൾ ആൻസർ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്. പി എന്ന് വെച്ചാൽ 7 ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ 4ഉം ക്യൂ എന്ന് വെച്ചാൽ പാരീസ് ഇൻ ഫ്രാൻസുമാണ്. നമുക്ക് ആദ്യം വേണ്ടത് പി ഓർ ക്യൂവിന്റെ വാല്യൂ വേണ്ട. അപ്പോൾ എന്ത് ചെയ്യുക? ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകളെ ഓർ ഉപയോഗിച്ച് ഒന്ന് കമ്പൈൻ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കിട്ടും, 7 ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ 4ഉം അതുപോലെ ഓർ പാരീസ് ഈസ് ഇൻ ഫ്രാൻസ്. എന്ത് ചെയ്യുക? രണ്ടിനെയും ഓർ ഉപയോഗിച്ച് നമ്മളൊന്ന് കമ്പൈൻ ചെയ്തു. ഇനി വേണ്ടത് ഇതിന്റെ നെഗേഷൻ വേണം, ഈ സ്റ്റേറ്റ്മെന്റ് നെഗേഷൻ. അപ്പോൾ എന്ത് ചെയ്യുക? ജസ്റ്റ് നോട്ട് ചേർത്താൽ മതി. ഇപ്പോൾ നോട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ? നോട്ട് ഒഴിവാക്കാം. അപ്പോൾ നോക്കുകയാണെങ്കിൽ 7 ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ 4 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? നോട്ട് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. അപ്പോൾ എന്ത് ചെയ്യുക? ആ നോട്ട് കളഞ്ഞാൽ മാത്രം മതി. 7 ഈസ് ഗ്രേറ്റർ ദാൻ 4 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യണം? നെഗേഷൻ എടുക്കുമ്പോൾ നമ്മൾ ഓറാണെങ്കിൽ മാറ്റി എന്താക്കണം? ആൻഡ് ആക്കണം. സോ ഇവിടെ എന്താക്കി? ഓർ മാറ്റി ആൻഡ് ആക്കി. ബാക്കി പാരീസ് ഈസ് ഇൻ ഫ്രാൻസ്. ഇവിടെ എന്ത് ചെയ്യുക? നോട്ട് ഇല്ലാത്തതുകൊണ്ട് ഒരു നോട്ട് ചേർത്ത് കൊടുക്കുക. പാരീസ് ഈസ് നോട്ട് ഇൻ ഫ്രാൻസ് എന്ന് കിട്ടും. സോ ഇതായിരിക്കും അതിൻ്റെ ആൻസർ. അടുത്തായിട്ട് 34ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ ക്വസ്റ്റ്യൻ ഇതാണ്, ദ നെഗേഷൻ ഓഫ് പി ഓർ നെഗേഷൻ ക്യൂ ആൻഡ് ക്യൂ എന്നാണ് തന്നേക്കുക. സോ നമ്മൾ ആൻസർ ചെയ്ത് നോക്കാം. സോ നമ്മൾ തന്നേക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഇതായിരുന്നു, പി ഓർ നെഗേഷൻ ക്യൂ ആൻഡ് ക്യൂ ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? തന്നേക്കുന്നതിന്റെ നെഗേഷൻ എടുക്കുക. അപ്പോൾ എന്ത് ചെയ്യുക? ഓരോ ടേമിന്റെ ആയിട്ട് നെഗേഷൻ എടുക്കുക. സോ ആദ്യം നെഗേഷൻ എടുക്കാൻ എന്ത് ചെയ്യുക? ആദ്യം പിയുടെ നെഗേഷൻ എടുത്ത് നമുക്ക് എന്ത് കിട്ടും? നെഗേഷൻ പി എന്ന് കിട്ടും. അടുത്തുള്ളത് ഇവിടെ ഓറാണ്. അപ്പോൾ ഓർ നെഗേഷൻ എടുത്ത് നമുക്ക് എന്ത് കിട്ടും? ആൻഡ് ആക്കണം. ഓക്കെ, ഓർ ആണെങ്കിൽ ആൻഡ് ആക്കുക, ആൻഡ് ആണെങ്കിൽ ഓർ ആക്കുക. അപ്പോൾ എന്ത് ചെയ്യുക? ഈ ഓർ മാറി ആൻഡ് എന്ന് വരുമ്പോൾ എന്ത് ചെയ്യുക? ഈ സിമ്പിൾ ആൻഡിന്റെ ആണ്. അടുത്ത നെഗേഷൻ ക്യൂവിന്റെ നെഗേഷനാണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? നെഗേഷൻ ക്യൂവിന് നെഗേഷൻ എടുത്ത് കഴിഞ്ഞാൽ അത് ക്യൂ തന്നെ ആയിരിക്കും. നെഗേഷൻ ഓഫ് നെഗേഷൻ ക്യൂ എന്ന് വെച്ചാൽ അത് ക്യൂ തന്നെയാണ്. സോ അവിടെ തെറ്റി ക്യൂ എന്ന് കിട്ടി. ഇനി ബാക്കി പുറത്തുള്ളത് ആൻഡ് ആണ്. അപ്പോൾ ആൻഡിന്റെ നെഗേഷൻ നമുക്ക് എന്ത് കിട്ടും? ഓർ കിട്ടും. ബാക്കി പുറത്തൊരു ക്യൂ ഉണ്ട്. ക്യൂവിന് എന്തെടുക്കുക? നെഗേഷൻ എടുത്ത് കഴിഞ്ഞാൽ നെഗേഷൻ ക്യൂ എന്ന് വരും. ഇതായിരിക്കും ആൻസർ. ഇപ്പം അടുത്തായിട്ട് 36ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. തന്നേക്കുന്നതാണ് ക്വസ്റ്റ്യൻ. ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഇഫ് എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 9 ദെൻ ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 3. തന്നേക്കുന്ന സ്റ്റേറ്റ്മെന്റിന്റെ കോൺട്രാ പോസിറ്റീവാണ് നമുക്ക് വേണ്ടത്. തന്നേക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുകയാണ്, അർത്ഥം പറയുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഒരു നമ്പർ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ അതിന്റെ കോൺട്രാ പോസിറ്റീവ് വെച്ചാൽ എന്ത് ചെയ്യുക? ഇത് രണ്ട് സ്റ്റേറ്റ്മെന്റിനും നോട്ട് എടുത്ത് പറഞ്ഞാൽ മതി. അതായത് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ അതിനെന്തില്ല? 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം. സോ അതെന്താകും? എൻ്റെ കോൺട്രാ പോസിറ്റീവ് ആയിരിക്കും. അതായത് ഇഫ് എ നമ്പർ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 9 ദെൻ ഇറ്റ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 3. അതായിരിക്കും അതിന്റെ കോൺട്രാ പോസിറ്റീവ്. എന്ന് വെച്ചാൽ എന്ത് ചെയ്യുക? രണ്ട് സ്റ്റേറ്റ്മെന്റിലും അതിന്റെ രണ്ട് കമ്പോണന്റുകളിൽ എന്ത് ചെയ്യുക? നോട്ട് ചേർക്കുക. അഥവാ നോട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നോട്ട് ഒഴിവാക്കുക. അപ്പോൾ ഇതുണ്ടെങ്കിൽ ഇതും പറ്റൂ എന്ന് പറയുകയാണെങ്കിൽ ഇത് പറ്റില്ലെങ്കിൽ ഇതും പറ്റില്ല, ആ ഒരു അർത്ഥത്തിൽ എടുക്കുക. അടുത്തായിട്ട് 43ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഇഫ് ബില്ലു സെക്യൂർ ഗുഡ് മാർക്സ് ദെൻ ഹി വിൽ ഗെറ്റ് എ ബൈസൈക്കിൾ. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിന്റെ നമുക്ക് കോൺവേഴ്സ് ആണ് വേണ്ടത്. അപ്പം കോൺവേഴ്സ് എന്ന് വെച്ചാൽ ഒന്നുകൂടി എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് തലതിരിച്ച് പറയുക. അതായത് അതിന്റെ രണ്ടാമത്തെ പാർട്ട് തുടക്കവും ആദ്യത്തെ പാർട്ട് രണ്ടാമതും പറയാം. ക്വസ്റ്റിനകത്ത് ഒരു മാറ്റവും വരത്തില്ല. നോട്ട് ചേർക്കുകയോ അല്ലെങ്കിൽ കളയുകയോ ഒന്നും ചെയ്യല്. അതിന്റെ അർത്ഥത്തിന് ഒരു വ്യത്യാസം വരാത്ത രീതിയിൽ എന്ത് ചെയ്യുക? ജസ്റ്റ് തിരിച്ചു പറയുക. രണ്ടാമത്തെ ഭാഗം ആദ്യവും തുടക്കം ആദ്യം അവസാനമാക്കുക. അങ്ങനെ ഒരു മാറ്റം വരുത്താതെ പറയുന്നതാണ് എന്ത്? കോൺവേഴ്സ്. സോ
നോക്കുക നമ്മൾ എന്ത് ചെയ്യുക, രണ്ടാമത്തെ പാർട്ട് ആദ്യം പറയുകയാണെങ്കിൽ ബില്ലു ഗെറ്റ് എ ബൈസൈക്കിൾ ഇഫ് ഹീ സെക്യൂർ ഗുഡ് മാർക്സ് എന്ന് വരും. സോ എന്ത് ചെയ്യുക, രണ്ടാമത്തെ പാർട്ട് ആദ്യം വന്നു, ആദ്യത്തെ പാർട്ട് രണ്ടാമത് പോയി, അതിൻ്റെ അർത്ഥത്തിന് യാതൊരു വ്യത്യാസവുമില്ല. സോ അതിൻ്റെ ആൻസർ ബി ആയിരിക്കും. ഇഫ് ബില്ലു വിൽ ഗെറ്റ് എ ബൈസൈക്കിൾ ദെൻ ഹി വിൽ സെക്യൂർ ഗുഡ് മാർക്സ്. അടുത്തായിട്ട് 48ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുകയാണെങ്കിൽ ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് പിയും ക്യൂവിനെയും നമ്മൾ എന്ത് ചെയ്യുക, ആൻഡ് ഉപയോഗിച്ച് കമ്പൈൻ ചെയ്തേക്കാണ്. അതുകൊണ്ട് ആൻഡ് ഉപയോഗിച്ച് കമ്പൈൻ ചെയ്തൊരു കോമ്പൗണ്ട് സെൻറ്റൻസ് മേക്ക് ചെയ്യുമ്പോൾ അതിൽ ആൻഡ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചേക്കുക. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇംഗ്ലീഷ് ഗ്രാമറിൽ തന്നെ അറിയാവുന്ന കാര്യമാണ്. ആൻഡ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു കൺജങ്ഷനാണ്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ ജോയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കൺജങ്ഷൻ. ആൻഡ് ഓർ ഇവയെല്ലാം തന്നെയാണ് കൺജങ്ഷൻസ് ആണ്. സോ ആൻസർ എന്തായിരിക്കും, എ ആയിരിക്കും കൺജങ്ഷൻ.